ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഗൗതമിൻ്റെ പ്ലാൻ ഏകദേശം സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിധിയുടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒന്ന് വഴക്കിടുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിധിയും ഗൗതമിൻ്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ. ശിവാനിനെ വീണ്ടും ജീവിതത്തിലേക്ക് പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് രണ്ടുപേരും കൂടി നാടകം കളിക്കണതെന്നൊക്കെ അറിയുമ്പോൾ നിധിക്ക് പിന്നെ സമാധാനമാവാണ്. ആ ഭാഗമൊക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ശിവാനി അഹങ്കാരമൊക്കെ മാറ്റിയിട്ട് പ്രണവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രണവൻ്റെ കാല് പിടിക്കണം എന്നുള്ള ലെവലിലേക്കാണ് ഗൗതമ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ അടുപ്പാണ്, ഐശ്വര്യയും പ്രണവും തമ്മിൽ അടുപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശിവാനി അസൂയ മൂത്തിട്ട് എങ്ങനെയെങ്കിലും പ്രണവൻ്റെ ജീവിതത്തിലേക്ക് അഹങ്കാരമൊക്കെ മാറ്റിയിട്ട് മടങ്ങി വരും. ആ ഒരു ഇതാണല്ലോ നമ്മുടെ ഗൗതമിനുള്ളത്. അപ്പം നിധിയാണെങ്കിൽ ഇതറിഞ്ഞതിന് ശേഷം പോയിട്ട് കാണേണ്ട കേട്ടോ, നമ്മുടെ ശിവാനിനെ കാണേണ്ടത് വല്ല മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു മാറ്റവും ഇല്ല കേട്ടോ. ശിവാനി ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. എന്നിട്ട് പറയണ്ടേ, എങ്ങനെ വന്നാലും ഞാൻ നോക്കിക്കോ അവിടെ പ്രണവിൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ പറയണ്ട. അപ്പോൾ നിധി പറയുന്നുണ്ട് കേട്ടോ, നീ എന്തിനാടി അവരുടെ ജീവിതത്തിൽ അവരെ വെറുതെ വിട്, നിനക്ക് പൈസയല്ലേ ആവശ്യമുള്ളൂ, നീ എന്ന് സ്നേഹിച്ചത് പൈസ തന്നെയല്ലേ, അപ്പോൾ നിനക്ക് പൈസ തരാം, ആ പൈസ മേടിച്ചിട്ട് നീ നിൻ്റെ കാര്യം നോക്ക്, അവരുടെ വഴിക്ക് വിടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ കലി തുള്ളി നിൽക്കുകയാണ്. അതിനുശേഷം അപ്പോൾ ഇതന്നെയായിരുന്നു, ഇതിന് വേണ്ടിയിട്ടാണ് ഡിവോഴ്സ് പ്ലാനും തയ്യാറാക്കിയതെന്ന് ശിവാനിയുടെ അമ്മയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ശിവാനിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിധി പോയപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാണ് കാണിച്ചിരുന്നത്, നിനക്ക് പൈസ നീ അങ്ങനെയല്ലേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, പ്രണവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പിന്നെ കോടതിയിൽ പോയിട്ട് ഡിവോഴ്സിന് തയ്യാറല്ല എന്ന് പറയാൻ, എന്നിട്ട് വീണ്ടും പ്രണവൻ്റെ ജീവിതത്തിലേക്ക് പോകാനല്ലേ നീ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ നിധിയുടെ അടുത്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിനക്കല്ലേ പൈസ ഇല്ലാണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശിവാനി പറയണ്ടേ, എനിക്കെന്തിനാ പൈസ, എൻ്റെ കയ്യിൽ ഇപ്പം ധാരാളം പൈസയുണ്ട്, ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് തലോണം അങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നോട്ട് കെട്ടുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശിവാൻ്റെ അമ്മ, പൈസയോ, നിനക്കിത് എവിടുന്നാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇപ്പം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരോട് നയത്തിൽ നിന്നിട്ട് അവിടേക്ക് തിരിച്ചു കയറാം, അത് നടക്കില്ലെന്ന് മനസ്സിലായില്ലേ. ആ നിധി എങ്ങനെ പോയാലും എന്നെ ഉപേക്ഷിച്ചിട്ട് പ്രണവിനെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഐശ്വര്യനെ ചേർത്ത് വെക്കാനാണ് ഉദ്ദേശം, അതൊരിക്കലും നടക്കില്ലമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഈ പൈസ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും വസുന്ധരാൻ്റെ എന്താന്ന് പറയും. വസുന്ധരയോ ചോദിക്കുന്നുണ്ട്. ആ വസുന്ധര. അപ്പോൾ ആദ്യം വസുന്ധരാൻ്റെ എതിർത്തെങ്കിലും ഇപ്പം എന്നെ പുറത്താക്കിയ പോലെ വസുന്ധരാനെ അവളവിടെ നിന്ന് പുറത്താക്കിയില്ലേ. അപ്പോൾ വസുന്ധരാൻ്റെക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ വസുന്ധരാൻ്റെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഈ പൈസ എനിക്ക് തന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിധി ഇങ്ങനെ വരും, പൈസ തരും, എന്തെന്നെ പറഞ്ഞാലും നീ ഡിവോഴ്സിന് തയ്യാറാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിധി തരാമെന്ന് പറഞ്ഞ പൈസ അതാ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പൈസ തന്നിക്കുന്നത്. ഇപ്പം ഇനി എനിക്കൊന്നും പേടിക്കാല്ലേ, എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും മോൾക്ക് സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിലോ ഗൗതം പറയുന്നുണ്ട് നിധിയുടെ അടുത്ത് പോയിട്ട് ഐശ്വര്യ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഇവരെ തമ്മിൽ ഒന്നും കൂടി അടുപ്പിക്കണം. ഇപ്പോൾ ശിവാനി ഇവരെ വഴിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നും കൂടെ അടുപ്പിക്കണം, അതായത് ഇവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് ഐശ്വര്യയായിട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും മനസ്സിലാക്കണം, ഐശ്വര്യയ്ക്ക് മനസ്സിലായി നിധിക്ക് അറിയാമെന്ന്, അങ്ങനെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്തിട്ട് ശിവാനീനെ ഇതറിയിക്കണം, അതായത് പ്രണവും ഐശ്വര്യയും തമ്മിൽ കണ്ടുമുട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും ശിവാനീനെ അറിയിക്കും വേണം. അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവർ പിറ്റേ ദിവസം ഐശ്വര്യനെ സ്കൂളിലേക്ക് കാണാൻ പോവാണ് നിധി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നോക്കിയപ്പോൾ നമ്മുടെ ശിവാനി കേട്ടോ. അപ്പോൾ ശിവാനിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിധി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ പ്ലാൻ എന്താണെന്ന് ശിവാനിക്ക് മനസ്സിലാവണം. അത് വസും കൂടിയിട്ടുള്ളൊരു ടൈപ്പിലാണ്. അപ്പോൾ എന്ത് പ്ലാനാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ അത് പൊളിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇനി നിധിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് വസുന്ധരയും നമ്മുടെ ശിവാനിയും കൂടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നിധി പോണേൻ്റെ പുറകെ തന്നെ ശിവാനി വരുന്നത് കേട്ടോ. ഇനി എവിടെ പോയിട്ടുണ്ടെങ്കിലും നിധീനെ പിന്തുടരും എന്നാണ് ശിവാനി വിചാരിച്ചിരിക്കുന്നത്. അത് പ്ലാൻ ചെയ്തിട്ടാണ് ശിവാനി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിധിക്ക് തോന്നി, നിധി കണ്ണാടി കൂടെ നോക്കുമ്പോൾ ഓട്ടോറിക്ഷ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത്, അതിൽ ശിവാനിനെയും കാണും കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ ശിവാനി തല വലിച്ച് അകത്തേക്ക് ഇരിക്കും. അപ്പോൾ നിധിക്കത് മനസ്സിലായി. അപ്പോൾ നിധി പറയണ്ട, അപ്പം നീ വാടി, നീ എന്നെ ഫോളോ ചെയ്യണമല്ലേ, ഫോളോ ചെയ്യും, നിനക്കുള്ള പണി ഞാൻ തരാം, നീ ഇതന്നെയടി ഞാനും ആഗ്രഹിച്ചത് എന്ന് ഇങ്ങനെ നിധി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഗൗതമിൻ്റെ പ്ലാനൊക്കെ വർക്കൗട്ടായി തുടങ്ങി എന്ന് നിധി ഇങ്ങനെ മനസ്സിൽ പറയാണ്. അതിനുശേഷം ഐശ്വര്യനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഐശ്വര്യോട് പറയുന്നുണ്ട് കേട്ടോ, ആദ്യം പെരുങ്കള്ളി എന്നെ കൂടി പറ്റിച്ചൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വരികയാണ്, പക്ഷേ അതിന് മുന്നൊരു കാര്യം പറയേണ്ടതെന്ന് പറയട്ടെ. അപ്പോൾ എന്താ ചേച്ചി നോക്കുമ്പോൾ പറയും, എൻ്റെ പുറകെ ശിവാനി വരുന്നുണ്ടെന്ന് പറയട്ടോ. ശിവാനി ചോദിക്കും. അപ്പം അതെ, അവളുടെ അതൊന്ന് നമുക്ക് ഊട്ടി ഉറപ്പിക്കണം ഈ സംശയം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നാടകം കളിക്കും, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഓക്കെ ചേച്ചി എന്ന് പറയും. എന്നിട്ട് എന്തോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട്
ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ നിധി സ്കൂളിൻ്റെ അവിടെ എത്തി ഇറങ്ങി. അപ്പോൾ ഇവളെന്തിനാ ഇങ്ങോട്ട് പോകണേ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ശിവാനി തൊട്ട് പിന്നിൽ ഓട്ടോറിക്ഷയിലുണ്ട് കേട്ടോ. എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് പോകണേന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിധി ഇറങ്ങിയതിന് ശേഷം സെക്യൂരിറ്റി അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, ഒന്ന് ചോദിക്കാണ്ട് കിടത്തി വിട്ടോളാൻ പറയും കേട്ടോ. അങ്ങനെ നിധി സ്കൂളിലേക്ക് കയറിപ്പോയി. പുറകിൽ നമ്മുടെ ശിവാനിയും പോയിട്ട് ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനീനെ കേൾപ്പിക്കാനായിട്ട് നിധിയും ഐശ്വര്യയും കൂടിയിട്ട് ഭയങ്കര നാടകം കളിക്കുകയാണേ. അപ്പോൾ ആദ്യം തന്നെ നിധി ഐശ്വര്യ അടുത്ത് പറയുന്നുണ്ട്, ഐശ്വര്യ എനിക്ക് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ താല്പര്യമില്ലാത്ത പോലെ, അതായത് ശിവാനി കാണുമ്പോൾ അങ്ങനെ അഭിനയിക്കണമല്ലോ, ശിവാനി വിളിച്ച് നിൽക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ താല്പര്യമില്ലാത്ത പോലെ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല കുറച്ച് എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറയുമ്പോൾ പറയും, ഇത്ര നാൾ ആയിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ പ്രണവിൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്, ഇപ്പോൾ എന്താ നിങ്ങൾ സംസാരിക്കാൻ പോകണം, എല്ലാവരും കൂടി എന്നെ പറ്റിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഐശ്വര്യ. ഞാൻ നിങ്ങളെ എത്ര വിശ്വസിച്ചതാ, എൻ്റെ മനസ്സിൽ എനിക്ക് ആശ തന്നിട്ട് എന്നെ പറ്റിച്ചില്ലേ, ഈ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ലേ, നിങ്ങൾ പോയിക്കോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയില്ല ഐശ്വര്യ, എനിക്ക് സംസാരിക്കാനുണ്ട്, ഞങ്ങൾ എല്ലാം നിന്നോടും പതിയെ തുറന്ന് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴേക്കും ആ രാക്ഷസി ദുഷ്ടത്തി വന്നിട്ട് എല്ലാതും തകർത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് നോക്കണമുണ്ട് ശിവാനി കേൾക്കണില്ല എന്നുള്ളത്. അപ്പോൾ ഐശ്വര്യക്ക് നന്നായിട്ട് കാണുകയും ചെയ്യാം കേട്ടോ, കാണാത്ത മാതിരി നിൽക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, അവരെ അങ്ങനെ രാക്ഷസി ദുഷ്ടത്തി എന്നൊന്നും പറയണ്ട, അവരില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ സത്യം അറിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനിക്കൊരു ആശ്വാസമായിട്ടുണ്ടേ. അപ്പോൾ ശിവാനി ഇങ്ങനെ മനസ്സിൽ പറയേണ്ടത്, അത് ശരി, ഇവിടെയാണല്ലേ ഇവൾ ജോലി ചെയ്യുന്നത്, അപ്പോൾ ഇവൾ തന്നെയാണ് പ്രണവിനെ കൊണ്ട് പ്രണവിനെയും ഐശ്വര്യം തമ്മിൽ അടുപ്പിക്കണത് അല്ലേ, ദുഷ്ടത്തി എന്നൊക്കെ പറയേണ്ടിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, ആ ശിവാനി അങ്ങനെ വന്ന് സത്യം പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താവുമായിരുന്നു, ഞാൻ പ്രണവിനെ കല്യാണം കഴിച്ചിട്ട് ചതിക്കപ്പെട്ടേനെ, നോക്ക് ഇനി മുതൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ലേ, നിങ്ങൾ ആദ്യം പുറത്ത് പോകും. അത് പറഞ്ഞപ്പോൾ ശിവാനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാവും. ശിവൻ അങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് ഇവർ ആസ്വദിച്ച് നിൽക്കുകയാണേ. അപ്പോൾ നിധി പോകാനായിട്ട് ആഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, ഐശ്വര്യ എനിക്ക് കുറച്ച് എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ ചോദിക്കുന്നുണ്ട് ഐശ്വര്യൻ്റെ അടുത്ത്, ഐശ്വര്യ നോക്ക് എൻ്റെ പുറകിൽ ശിവാനി നിൽക്കണില്ലേ, നല്ല ഹാപ്പി ആയിട്ടല്ലേ നിൽക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒരു മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ മരത്തിൻ്റെ പുറകിലായിട്ട്. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, നല്ല സന്തോഷത്തിലാണ്, 1000 വാട്ടിൻ്റെ ബൾബിട്ട പോലെ ഉണ്ട് മുഖത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഐശ്വര്യ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ എന്താ പറയാൻ വരുന്നത്, പ്രണവും നല്ലതും ശിവാനി ചീത്തയും അതല്ലേ പറയാൻ വരുന്നത്. അപ്പം ദീദി പറയുന്നുണ്ട്, പൊട്ട ആൾക്കാരെ പിന്നെ മഹാലക്ഷ്മി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിനക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും പറ്റിച്ചു ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്, അങ്ങനത്തെ പൊട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അവളെന്നെ എന്താ ഞങ്ങൾ വിളിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ട് ശിവാൻ്റെ എക്സ്പ്രഷൻ കാണണം കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, പ്രണവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം മുതലേ ഞങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇവളെ പോലുള്ള ഒരുത്തി ഞങ്ങളുടെ വീട്ടിൽ മരുമകളായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞങ്ങളെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കുന്നു കരുതിയിട്ടുണ്ട് പറയാത്തേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇത് കേട്ടിട്ട് നിന്ന് വിറയ്ക്കാൻ കേട്ടോ, എടി ദുഷ്ടത്തി എന്നിങ്ങനെ പറയണം കേട്ടോ. ശിവാനിക്ക് നിൻ്റെ കാലിൻ്റെ അടിയിലത്തെ മണ്ണിൻ്റെ അത്ര പോലും വിലയില്ല, അവളെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാന്ന് പ്രണവിൻ്റെ ഭാര്യ എന്ന് പറയാൻ മടിയായിട്ടാണ് ഞങ്ങൾ പറയാത്തത്, നാണക്കേടായിട്ടാണ് ഞങ്ങൾ പറയാത്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. അവളെൻ്റെ അമ്മാവൻ്റെ മോളെ, എന്നിട്ട് പോലും അവളെന്നെ അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഇല്ലാത്തത് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ വെറുതെ പ്രണയം നടിച്ച് ചതിച്ചിട്ടാണ് പ്രണവിനെ കല്യാണം കഴിച്ചത്, വയറ്റിൽ കുഞ്ഞില്ലാതെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടും കുറേ പറ്റിച്ചു, നിനക്കൊന്നും തോന്നരുത്, അതുകൊണ്ടാണ് പ്രണവ് അവളെന്നെ വീട് വിട്ട് പറഞ്ഞയച്ചത്. ഇപ്പോൾ പ്രണവിൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ഐശ്വര്യ, എത്രയും പെട്ടെന്ന് അവരുടെ ഡിവോഴ്സ് നടന്നിട്ട് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണം, നീ ഇത്ര പെട്ടെന്ന് പ്രണവിനെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയണ്ടിട്ടോ. അപ്പോൾ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവാനിക്ക് പേടിയെ തുടങ്ങി. ശിവാനി ഇവനെ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ ഇവളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഐശ്വര്യയുടെ മനസ്സ് മാറുന്ന പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സംസാരം നിർത്തിയിട്ട് നിധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ശിവാനി നോക്കണില്ലേ കാണണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുഖത്ത് ഭയങ്കര ദേഷ്യമുണ്ട്, ഇപ്പോൾ ചേച്ചി കിട്ടിയാൽ കൊല്ലുന്നുള്ള ദേഷ്യത്തിലാണ് നിൽക്കണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുതന്നെയാണ് നമുക്ക് ആവശ്യം, തുടർന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും തുടരുകയാണ് രണ്ടുപേരും. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി പറയണത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഇപ്പോൾ കൺഫ്യൂഷൻ, എന്താ വേണ്ടതെന്ന് മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നീ ചിന്തിക്കേണ്ട, പ്രണവനെ വിധിച്ചിട്ടുള്ള നിങ്ങൾ രണ്ടുപേരാണ് നല്ല ജോഡികൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നോക്കുക ഐശ്വര്യ, ഞാനൊരു കാര്യം പറയാം, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ നിന്നെ ശിവാനി അടിച്ചില്ലേ ആ റെസ്റ്റോറൻറ്റ്, ആ സ്ഥലത്തേക്ക് തന്നെ നീ വരണം, ഞാൻ പ്രണവനെയും കൂട്ടി അങ്ങോട്ട് വരാം, എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വഴക്കൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണേ. അങ്ങനെ ഐശ്വര്യ ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനിക്ക് മനസ്സിലായി നാളെ അവർ മീറ്റ് ചെയ്യേണ്ടുന്ന സ്ഥലവും മനസ്സിലായി, സമയമൊക്കെ മനസ്സിലായല്ലോ, അത് തന്നെയാണല്ലോ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് നിധിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ ശിവാനി നിന്ന് പറയാണ് കേട്ടോ, അവൾ ദുഷ്ടത്തി നിന്നെ ഫോളോ ചെയ്ത് വന്നത് എത്ര നന്നായി, നിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാടി, നാളെ ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിധി യാത്ര പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വേഗം ശിവാനി വന്ന വഴിക്കാണ് അതേ സ്പീഡിൽ വേഗം ഓട്ടോയിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐശ്വര്യ പറയുന്നുണ്ട്, മുഖം കാണുമ്പോൾ പാവം തോന്നണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചിയുടെ പ്ലാൻ എന്തായാലും വർക്കൗട്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. പക്ഷേ അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോസ് കൊടുത്താൽ മതിയാവും. അങ്ങനെയെങ്കിലും അവൾക്ക് വല്ല നല്ല ബുദ്ധിയും തോന്നിയിട്ട് പ്രണവൻ്റെ കാല് പോയി പിടിക്കട്ടെ. അപ്പോൾ ഐശ്വര്യ പറയട്ടെ, എങ്ങനെയായാലും വേണ്ടില്ല ചേച്ചി, അവർ രണ്ടുപേരും ഒന്നായാൽ മതി, എനിക്കത്രേ വേണ്ടൂ. അപ്പം നിധി പറയട്ടെ ശരി, എന്തായാലും നാളെ പറഞ്ഞ സ്ഥലത്തേക്ക് വാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ശിവാനി നാളെ അവിടെ ചെന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ ഓക്കെ, നാളെ ആ ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ.